ഞാൻ ഇതുവരെയും ചേർത്തുകൊണ്ടിരുന്നത് വേവിച്ചിട്ട് അരച്ചെടുക്കുക. ചക്കപ്പഴം വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി ഒഴിക്കുക. 2 കിലോ ശർക്കര, നല്ല ഐഡിയ ആണ്. 2 കിലോ ശർക്കര ചേർക്കുന്നത്. വേവിക്കുന്നത് ഈ ചക്കപ്പഴം വേവിച്ചു, ചക്കപ്പഴം വേവിക്കുന്നില്ല. ചക്കപ്പഴം പക്ഷെ കുരു വെറുതെ പൊടിച്ചൂടെ, ഉണക്കി പൊടിച്ചൂടെ, വേവിക്കാതെ നോക്കിക്കൂടെ? ഉണക്കി പൊടിക്കാവായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് പക്ഷെ അവിടെ വേവിക്കുമ്പോ ഇത്തിരി പ്രശ്നം വരണ്ടല്ലോ. വേവിക്കുമ്പോ നമ്മള് പയറും വേവിച്ച മാതിരിയാവൂലേ? അല്ല, വേവിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പക്ഷേ ഈ ചക്കക്കൊരു മറ്റു ധാന്യങ്ങൾ നമുക്കറിയാം. നമുക്ക് മറ്റു ധാന്യങ്ങളൊക്കെ പച്ചക്ക് തിന്നാൻ പറ്റും, ഇല്ലേ? പച്ചക്ക് നമുക്ക് തിന്നാം, അല്ലെ ഉണങ്ങിയ ധാന്യങ്ങൾ നമുക്ക് തിന്നാൻ പറ്റും. ചക്കക്കുരു പച്ചക്ക് തിന്നാൻ പറ്റുമോ? അത് നമുക്ക് അത്രയും കഠിനമായ ഒരു സാധനമാണ്. ശീലിക്കാഞ്ഞിട്ടല്ല, അത്രയും കഠിനമാണ്. അതുകൊണ്ടാണ് അത് വേവിക്കുമ്പോൾ ഉള്ള സൂക്ഷ്മാണുക്കളുടെ കുറവ് വരും. ഒരു തിയറി പറയുമ്പോഴേ, അതിനകത്തൊരു തിയറി പറയുമ്പോ ആ തിയറിയിൽ ചെറിയ തെറ്റുണ്ട്. കാരണം വേവിക്കാതെ അരക്കുക അങ്ങനെ പറയും. ഇത് കഴിഞ്ഞ നമ്മള് കോട്ടയത്തെ പരിപാടിയിൽ ചർച്ച ചെയ്ത വിഷയം. അതെ. ഇനി അത് കൂടാതെ ജീവാമൃതത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചാണകം. അരച്ചെടുക്കാൻ പറ്റും. ആന്റണി, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചാണകത്തിന്റെ കാര്യത്തിൽ